നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി നിരന്തരം ഇടപെടുന്നുണ്ടെന്നും ഗൾഫ് മേഖലയിലെ സ്വാധീന ശക്തിയുള്ള ഷേഖുമാർ ഉൾപ്പെടെയുള്ളവർ വഴി പരമാവധി പരിശ്രമം നടത്തുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. പാദബോധ വിവാദം ശക്തമായി നിൽക്കുമ്പോൾ സ്കൂളുകളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കുവാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളിൽ മതപരമായ ഉള്ളടക്കങ്ങളുള്ള ചടങ്ങുകൾക്ക് നിയന്ത്രണമുണ്ടാകും. ഇതിനായി പൊതുമാനദണ്ഡം തയ്യാറാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുക. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും താല്പര്യമുള്ള തരത്തിലാകും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക. പ്രാർത്ഥനാ ഗാനം അടക്കം പരിഷ്കരിക്കുന്നത് ആലോചനയിലുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. യുഎസിൽ ചികിത്സ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. ശനിയാഴ്ച രാവിലെയാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമല വിജയനും ദുബായിലെത്തിയത്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ഇരുവരും താമസിക്കുന്നത്. മുഖ്യമന്ത്രി ചൊവ്വാഴ്ച കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം. ചികിത്സയ്ക്കായി ജൂലൈ 5-നാണ് മുഖ്യമന്ത്രി യുഎസിലേക്ക് പോയത്. നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായിരുന്നു യാത്ര. ഇരിട്ടിയിലെ ടൂറിസം കേന്ദ്രമായ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ പ്രദേശവാസികൾക്ക് നേരെ ഗുണ്ടാ ആക്രമണം. 3 വാഹനങ്ങളിലെത്തിയ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ എടയന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതി ദീപ് ചന്ദ് ഉൾപ്പെടെ 15 പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. ശ്രീചിത്ര ഹോമിലെ 3 കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. 16, 15, 12 വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരാൾ സാറ്റ് ആശുപത്രിയിലും ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുട്ടികൾ അമിതമായി ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. മുതിർന്ന കുട്ടികൾ കളിയാക്കിയത് സഹിക്കാനാവാതെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയായിരുന്നെന്ന് സംബന്ധിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. ആക്രമണം നടന്നയിടം തുറന്ന പുൽമേടാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള സ്ഥലമോ സൗകര്യങ്ങളോ ഇല്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ബോയിംഗ് കമ്പനി ഒഴിഞ്ഞുമാറുന്നുവെന്ന് വിമർശനം. കുറ്റം പൈലറ്റുമാരുടേതാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് പൈലറ്റ് അസോസിയേഷൻ രംഗത്തെത്തി. വിമാനത്തിനും എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ചുകൾക്കും യാതൊരു തകരാറുമില്ലെന്നാണ് അമേരിക്കൻ ഏജൻസി ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ വാദം. ഫ്യൂവൽ എഞ്ചിൻ സ്വിച്ചുകൾ ഓഫായതാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണമായതെന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ കണ്ടെത്തൽ. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻ പിള്ളയെ മാറ്റി. പകരം പുസപതി അശോക് ഗജപതി രാജു പുതിയ ഗവർണറാകും. ബിജെപിയുടെ മുതിർന്ന നേതാവായിരുന്ന ശ്രീധരൻ പിള്ള നേരത്തെ മിസോറാം ഗവർണറായിരുന്നു. 2021 ജൂലൈയിലാണ് ഗോവ ഗവർണറായത്. ശ്രീധരൻ പിള്ളയ്ക്ക് പകരം നിയമനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്.